ഗൈസ്, ഞങ്ങള് ഇവിടെ ഹിമാചൽ പ്രദേശിലെത്തിയിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതിന് പറ്റിയ സന്ദർഭമൊന്നും ആയിരുന്നില്ല. കാണിച്ചുതരാം. ഈ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ താമസിച്ചു പോരുന്നത്. അവിടെ വർണ്ണസുലഭമായി നിൽക്കുന്ന കഞ്ചാവ് തോട്ടങ്ങൾ, വഴി മുഴുവൻ രാവിലെയും വൈകിട്ടും പശുക്കൾ, കയറി ഇറങ്ങാത്ത വീടുകളില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തി. അവിടുന്ന് ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ബസ് പിടിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനിയിലേക്ക് നടന്നെത്തുന്നത്. ടൈം കുറേ പോകും. ഞങ്ങളുടെ അവസാന ദിവസങ്ങളാണ് ഹിമാചൽ പ്രദേശിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇവിടെ ജോലി ചെയ്യണമെന്നുള്ളത് ഒരു അത്ഭുതമാണ് ഞങ്ങൾക്ക്. കാരണം എല്ലാ ദിവസവും ഒരേപോലെ അടച്ചിട്ട മുറിയിൽ ഇവർ സെയിം ജോലികൾ തന്നെ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സഹായത്തിനാണെങ്കിൽ വേറെ ആൾക്കാരും ഇല്ല. ഞങ്ങൾ വന്നുകൊണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ഇത്രയും പേരുള്ളതുകൊണ്ട് അവരുടെ വർക്ക് ഷെയർ ചെയ്യാനായിട്ട്. അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ മലയാളികളെ പറ്റി ഭയങ്കര മതിപ്പാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി ഭയങ്കര മതിപ്പാണ്. സാറ് പറയണമെന്ന് കേൾക്കുന്നത് പിന്നീട് ഷെയർ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുള്ള യാത്രയാണ്. തിരിച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ദുർഘടമായിട്ടുള്ളൊരു പാതയാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇടയ്ക്ക് ഞങ്ങൾ ഇതുകൂടെ നടക്കാറുണ്ട്. പേടിച്ച് പറഞ്ഞിട്ടാണ് നടക്കുക. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഞങ്ങൾ ടൗണിൽ കയറിയിട്ട് ഞങ്ങൾ ചിക്കൻ കഴിക്കാനുള്ള കൊതി കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ചിക്കനൊക്കെ അവിടെ ഭയങ്കര റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഹോസ്റ്റലിലോട്ട്